ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയൊരു ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നിഫ്റ്റി ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും അതിനുശേഷം ഒരു ബുള്ളിഷ് പ്രസൻസും കാണിച്ചതിന് ശേഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ US, ഇറാൻ ആൻഡ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റിന് ചെറിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. അവിടെ എവിടെയുമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും US ഭാഗത്തു നിന്നും ഇപ്പം കടലിടുക്ക് തുറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഷറും ആൻഡ് അവരുടെ ഭാഗത്ത് നിന്ന് സമമായ ശ്രമങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം. US മാർക്കറ്റ്സിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 400 പോയിന്റ്സിന് അപ്സൈഡ് ട്രേഡ് ചെയ്യാൻ 1% അപ്പാണ്. ആൻഡ് S&P 500 നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് നോക്കുവാണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും ബട്ട് മാർക്കറ്റ്സ് റിക്കവർ ചെയ്യുന്നതായിട്ടുള്ള സൂചന ഡോ ജോൺസ് ഫ്യൂച്ചർ തരുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യാൻ ആൻഡ് നമ്മുടെ നിഫ്റ്റി 167 പോയിന്റ്സിൻ്റെ അപ്സൈഡ് കാണിക്കുന്നുണ്ട്. സോ മാർക്കറ്റ് രണ്ടാമത്തെ ദിവസം കോൺസിക്യൂട്ടീവായിട്ട് അപ്സൈഡ് മൊമെൻറ്റത്തിനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ട് കാണാം. ഇന്നലെ FISന് സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നെങ്കിലും DAS ടോട്ടലി ബൈയിങ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ജാപ്പനീസ് മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ പോസിറ്റീവാണ്. സ്ട്രേറ്റ് ടൈം, സാങ്സൺ, തായ്വാൻ വെയിറ്റഡ് എല്ലാം ടോട്ടലി ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഏഷ്യൻ മാർക്കറ്റ്സ് നൽകുന്നതായിട്ടുള്ള ഒരു സൂചന നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബേസ് ഏരിയ എന്ന് പറയുന്നത് 22,469. ഈ ഒരു ലോയിൽ നിന്നാണ് മാർക്കറ്റ് അപ്സൈഡ് പോകാനായിട്ടുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ ഞാൻ ടോട്ടലി ഒരു വ്യൂ പറഞ്ഞിരുന്നത് എന്താണ്, എൻ്റെ ഒരു ബുള്ളിഷ് ടോട്ടലി ഇനിയുള്ള ദിവസങ്ങൾ ബുള്ളിഷ് ആവുമെന്ന് ഞാൻ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ 23,800 ഈ ഒരു റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു റീടെസ്റ്റ് തന്നാൽ ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു ബൈയിങ് പ്രഷർ നേടുന്നു എന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിക്കുമെന്നുള്ളതാണ്. സോ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ചെറിയൊരു ട്രെൻഡ് ലൈൻ ഫോർമേഷനും ഉണ്ടാക്കിയാണ് ഇന്നലെ അപ്സൈഡ് പോയിട്ടുള്ളത്. ആൻഡ് നമുക്ക് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇന്നലത്തെ ലോ അല്ലെങ്കിൽ മിനിഞ്ഞാന്നത്തെ ലോ ഇനിയുള്ളൊരു ഇമ്പോർട്ടൻറ്റ് സോണാണ്. അപ്പോൾ 22,480 ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതെ ഹോൾഡ് ചെയ്താൽ മേ ബി നമുക്ക് ഒരു വലിയ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാതെ മാർക്കറ്റ് പോകുന്നതായിരിക്കും. അപ്പം ഇനി ഉള്ള ദിവസം ഇനി അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് കണക്കാക്കേണ്ട ഇൻട്രാഡേ ലെവൽ 23,300 ആണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് എന്ത് ചെയ്യുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. 23,300 റേഞ്ച്. അപ്പോൾ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്ന ശേഷം മാർക്കറ്റ് ലിക്വിഡിറ്റി ഹണ്ട് കടത്തി താഴെ വരുമോ, അതോ മറിച്ച് ഈ ഒരു ഏരിയയിൽ നിന്നും ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഘടകം. എന്തായാലും 23,290 to 300 റേഞ്ചിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് അപ്സൈഡ് തരികയാണെങ്കിൽ മേ ബി നമുക്കൊരു ബുള്ളിഷ് ഡേ പ്രതീക്ഷിക്കാം. അല്ലാതെ മേ ബി വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സെല്ലിംഗ് സോണിൽ നിന്ന് മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ വേണ്ടി നേരിടുക എന്നുള്ള രണ്ട് പ്രോബബിലിറ്റിയാണ് ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിൽ നടക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് ഡേ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം ഞാൻ എന്തായാലും കൂടുതൽ സ്റ്റോക്സ് ഒക്കെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതിലൊന്നാണ് പവർ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനി. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പം പവർ ഗ്രിഡ് ഞാൻ എന്താണ് വാച്ച് ലിസ്റ്റിൽ ഇടാനുള്ള കാര്യമെന്ന് പറയുന്നത്, ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് തന്നതിന് ശേഷം മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്ന ഒരു ഏരിയയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ അനുസരിച്ചിരിക്കും പവർ ഗ്രിഡിൻ്റെ എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് സെല്ലിംഗ് പ്രഷർ നേടുന്നുണ്ട്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ നല്ലൊരു സെല്ലിംഗ് പ്രഷർ നേടുന്ന സോൺ 300 ആണ് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ കാരണം പലതവണ ഈ ഒരു അറ്റംപ്റ്റ് 300 റേഞ്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് നടത്തിയിട്ടുണ്ട്. ബട്ട് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യുന്നില്ല. സോ ഒരു 310 റേഞ്ചിന് മുകളിൽ മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ട്രേഡ് കിട്ടുമെന്ന് പ്രതീക്ഷയിൽ ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ചെയ്യാൻ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 270 ആയിരിക്കും അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് പിന്നെ വാച്ച് ലിസ്റ്റിൽ ഇട്ടത് ഒമ്നി തന്നെയാണ്. ഒമ്നി നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒമ്നി ഞാൻ ട്രേഡ് എടുത്ത് പ്രോഫിറ്റിൽ ഇറങ്ങിയ സ്റ്റോക്കാണ്. ആൻഡ് സ്റ്റിൽ വളരെ സ്ട്രെങ്ത്തിൽ ഒമ്നി ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒമ്നി ടെക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കമ്പനി ഞാൻ വാച്ച് ലിസ്റ്റിലിട്ട് വാച്ച് ചെയ്യുകയാണ്. അപ്പം നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ആൻഡ് റുബിക്കോൺ ഞാൻ ഓൾറെഡി ട്രേഡ് എടുത്ത് ചെറിയ ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് റുബിക്കോൺ റിസർച്ച് എന്ന് പറഞ്ഞ കമ്പനി. റുബിക്കോൺ ഞാൻ പ്രതീക്ഷിക്കുന്ന മൂവ്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഈ ഒരു മാർക്കറ്റ് ക്രാഷിനിടയിലും ഹോൾഡ് ചെയ്തൊരു സ്റ്റോക്കാണിത്. അപ്പോൾ എന്തായാലും ഞാൻ കണ്ടിന്യൂ ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ് റുബിക്കോൺ എന്ന് പറയുന്ന കമ്പനി. ശേഷം ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് AVL ആണ്. ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല, ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടുന്ന സ്റ്റോക്കാണ് AVL എന്ന് പറയുന്നത്. അപ്പോൾ AVL എൻ്റെ ഫോക്കസിൽ വന്നത് 440 to 449 റേഞ്ചിലാണ് എൻ്റെ ഫോക്കസ് വന്നത്. ആൻഡ് നിലവിൽ 460 റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ് AVL. ബട്ട് കണ്ടിന്യൂസ്ലി നല്ലൊരു മൊമെൻറ്റം കാണിക്കുന്നതുകൊണ്ട് തന്നെ AVL എൻ്റെ ഒരു ഫോക്കസിൽ ഇട്ടേക്കാണ്. ഒരു പുൾ ബാക്ക് വന്നാൽ ഒരു എൻട്രി പോസിബിലിറ്റി ഞാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ചധികം ദിവസത്തിന് ശേഷം ഇത്രയും സ്റ്റോക്സ് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത് ഞാൻ വെളിപ്പെടുത്തുന്നത്. കാര്യം മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ വിലയിരുത്തും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റോക്സ് ഒക്കെ നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റിലിടുക. ശേഷം സുദീപ് ഫാർമ ഞാൻ ഇന്നലെ എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുകയാണ്. കണ്ടിന്യൂസ്ലി മൂവ്മെൻറ്റ് ഉണ്ടാവുമോ ഇല്ലയെന്ന് പറയാനായിട്ട്.
അപ്പം ഇങ്ങനത്തെ കമ്പനികൾ ഞാൻ വാച്ച് ലിസ്റ്റിലിട്ട് കണ്ടിന്യൂ ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഞാനത് നമ്മൾ യൂട്യൂബിൽ വെളിപ്പെടുത്തുന്ന ഇത്രയും സ്റ്റോക്സ് എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ടെന്ന് വെളിപ്പെടുത്തുന്നത് മാർക്കറ്റ് ഇത്തിരി നന്നായിട്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഇപ്പോൾ മാർക്കറ്റ് ഇതേ ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചാനലിലും വളരെ ആക്റ്റീവായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ശ്രമിക്കും. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആളുകളൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിലവിൽ 100+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതായത് പഴയ ചാനൽ ഡിലീറ്റ് ആയ ശേഷം വീണ്ടും നമ്മൾ ഓപ്പൺ ആക്കിയ ചാനലാണ്. അപ്പോൾ എന്താ ടെക്നിക്കൽ റീസൺസ് കാരണം ഡിലീറ്റ് ആയി പോയത്. അപ്പോൾ എന്തായാലും ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ഈ ചാനൽ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് നല്ല നല്ല ട്രേഡ് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസസ് ഷെയർ ചെയ്യാം. ആൻഡ് നല്ല നല്ല ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി എന്നെ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ എടുത്തിട്ട് നമുക്ക് എന്നെ റീച്ച് ചെയ്താൽ ഞാൻ കഴിയുന്നവർക്കെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.